മനോഹാരി പൂർണ്ണയന്ത്രമാണ്. അപ്പോൾ ചന്ദ്രൻ പൗർണ്ണമിയായി നേർപ്പിച്ചു എന്നുള്ളത് ഏറ്റവും ശ്രേയസ്സാണ്. ചന്ദ്ര സദ്ബലബോധനാനുഭൂതേ അങ്ങനെ ചന്ദ്രനാ നിൽക്കുന്നെങ്കിൽ ചന്ദ്ര സദ്ബലബോധനായി ത്രികോണഗ്രഹക ആ ത്രികോണഗ്രഹനായിരുന്നു. അപ്പോൾ പൗർണമിക്ക് പക്ഷബലം പൂർണ്ണ എന്നതാണ് ലഗ്നത്തിലോ അഥവാ ആ സമയത്തോ കിട്ടുന്നെങ്കിൽ ആ ചന്ദ്രൻ ഈ ക്ഷേത്രത്തിന് എല്ലാവിധ ശ്രേയസ്സും കൊടുക്കാൻ യോഗ്യത എന്നാണ്. അപ്പോൾ എല്ലാവിധ ഐശ്വര്യവും കൊടുക്കും എന്നാണ് എനിക്ക് പറയുന്നത്. ആ ചന്ദ്രൻ ഇന്ന് അഷ്ടമത്തിൽ മറഞ്ഞുപോയി എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ വേണ്ടവണ്ണം പരിഗണിക്കാത്തത് കൊണ്ട് ഇന്ന് ചൊവ്വയുടെ നവാംശകം മിഥുനത്തിലാണ് കേട്ടോ. അപ്പോൾ മിഥുനത്തിൽ അംശയിച്ചു ബുധക്ഷേത്രത്തിൽ തന്നെയാണ് ചൊവ്വയുടെ നവാംശം കിട്ടിയത്. എങ്കിലും സാന്നിധ്യഭാവത്തിലായി എന്നൊരു വിശേഷം നമുക്കത് കിട്ടി. ഓജരാശി നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് സുബ്രഹ്മണ്യന്റെ കഥ നമ്മൾ ഇന്നലെ സുബ്രഹ്മണ്യൻ അല്ലെ ഒന്നൊരു സംശയം എങ്ങനെയാ സുബ്രഹ്മണ്യൻ ചിന്തിച്ചപ്പോൾ സംശയിച്ചത്. അതേതായാലും പിന്നെ ഓജരാശിയിൽ ഓജാംശകം കിട്ടുന്ന സമയത്തോ അഥവാ യുഗ്മരാശിയിൽ ഓജാംശം 5 നിൽക്കുമ്പോൾ സാന്നിധ്യഭാവത്തിലെ ഓജരാശിയിലെ ചൊവ്വ ഈ ഭഗവാനായ വിഷ്ണുവോട് ചേർന്ന് അഥവാ കൃഷ്ണനോട് ചേർന്ന് ഓജരാശി സുബ്രഹ്മണ്യൻ ഇവിടെ ഉണ്ട് എന്നത് നിശ്ചയിക്കുക. പക്ഷെ അത് പറ്റി അല്പൊരു നമുക്കൊരു പിഴവായിട്ട് അല്ലേ സമ്മതിക്കണം. അപ്പോൾ അങ്ങനെ വന്നാൽ അത് എന്ത് ശാസ്ത്രത്തിനാണെങ്കിലും നമുക്ക് നിമിത്തരൂപേണ ഏതോ ഒരു കാലത്ത് സുബ്രഹ്മണ്യനെ വേണ്ടവണ്ണം ശ്രദ്ധിക്കാത്ത പോയത് ദോഷം അത് വിപ്രന്മാരെ തന്നെ വന്നു എന്നുള്ളത് നിമിത്തം ഗുണകഥ അതാ തീർച്ചയായും 2 വിധം സുബ്രഹ്മണ്യവർണ്ണം പറയാം. ഈ അത് രണ്ടാന്ന് പറയുന്ന നിയമം 2 എന്തിന്, ഒന്ന് ലഗ്നാംശകത്തിന്റെ 7 നിന്നിട്ട് ഒന്നാംശം കാണിച്ച് ബുധനോട് ചേർന്ന് എന്നാൽ പറയണം ഇരട്ടാന്ന് പറയണം. ഒരു ജന്മാധ്യായത്തിൽ പറഞ്ഞു നിങ്ങൾക്ക് പിന്നെ ജംഗാംശേ ബുധവീക്ഷണേജ യമളവും കുറുവന്തി പക്ഷേഷതേ ജംഗാംശം കിട്ടുക എന്ന് പറഞ്ഞ പോലെ ഒന്നിനാശം സംശയിച്ചിട്ട് ബുധവീക്ഷണേച്ച ബുധവീക്ഷണങ്ങളോ ബുധയോഗങ്ങളോ ബുധക്ഷേത്രം വന്നാൽ ഇത് 2 കുട്ടികളുണ്ടാവും. അത് മിഥുനൻ രാശിയായിട്ട് 2 ആൺകുട്ടിയായിരിക്കും, കന്യാശാഖ 2 കുട്ടിയായിരിക്കും. അപ്പോൾ സുബ്രഹ്മണ്യന്റെ കഥ പറയുമ്പോൾ 2 കഥകൾ ഇവിടെ ഭഗവാനായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കണം. നോക്കാം അത് ആ ബുധൻ എങ്ങനെയാ ഉള്ളത് വെച്ചാൽ വികർത്തന സഹസ്തനേവാൻ വിസുഖകൃതഘ്നോ ഗാന്ധർവ എന്താ പറഞ്ഞത് ബൗദ്ധയെ ബുധക്ഷേത്രത്തിലാണ് നവാംശമെങ്കിൽ സഹസ്തനയവാൻ ഒരു പരമ്പരയോട് കൂടിയ ബുധനാണ്. ആ ഭഗവാനൊരു ആരൂഢ ബന്ധമുണ്ട്. തനയവാൻ സഹ അല്ലേ, തനയവാനാണ്, സന്താനങ്ങളോട് കൂടിയ ആളാ. ഒരു ഇല്ലത്തിന്റെ പാരമ്പര്യവും വിശേഷമുള്ളതാ ഒന്ന് പരമ്പരയോട് ബന്ധപ്പെട്ട ആളാ സഹസ്തനയവാൻ സഹാക്കൂടെയല്ലേ. അത് ഈ പദത്തിന്റെ അവസാനം പറയാം വിസുഹൃതഘ്ന ഇന്ന് ഉണ്ട് കേട്ടോ. അങ്ങ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പിന്നെന്താ വിസുഹ പിന്നോ വിസുഹൃത്ത് കൃതജ്ഞൻ സുഹൃത്തുക്കളും വേണ്ടപ്പെട്ടത് ഉപേക്ഷിച്ചു എന്നല്ലേ, വിശ്ലേഷിതനായി പോയി എന്നല്ലേ പറയാം. ഉടമസ്ഥന്മാർ ഉപേക്ഷിച്ചു. ഈ അമ്പലത്തിലെ പ്രശ്നം നമ്മൾ വേറെ ദേവന്റെ കോപമുണ്ടെന്ന് കാണിക്കാന്നല്ലാണ്ട് അവിടെ എന്തുകൊണ്ട് നശിച്ചു നമ്മൾ ചിന്തിക്കേണ്ട വിഷയമുണ്ട് എനിക്ക് തോന്നുന്നില്ല. അവിടുത്തെ ചൂണ്ടിക്കാണിക്കാം, ദുരിതമാണ് കാണിക്കുന്നത്. അവിടെ നശിച്ചത് നമുക്ക് നേരെയാക്കാൻ കഴിയുമോ? നേരെയാക്കാനാവില്ല. പിന്നെ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. ദുരിതം ഉണ്ടെങ്കിൽ അതാ ദുരിതം ആരോടുമായിട്ട് ബന്ധപ്പെട്ടതാണ്.
ഈശ്വരാല സൂര്യന്തി സൂര്യ അത്രേ രണ്ടെന്ന് പറഞ്ഞോളൂ. അത്രേ സൂര്യ. ഇപ്പൊ രണ്ടുവിധം അല്ല, അവിടെ എങ്ങനെ നശിച്ചത് എന്തുകൊണ്ടാണെന്നുള്ളത് അത് ഇവിടെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. സൂചിപ്പിക്കാം അല്ലേ? ഓ, ചൊവ്വ. കുജയപഞ്ചമേ ജാടരാജ്ഞി. ഇന്ന് ആ ഭഗവാൻ എങ്ങനെയുള്ളത്? ജഡരാഗ്നിയിലാണ്. വിശപ്പ് നിനക്കൊന്നും തരുന്നില്ല. അത് വലിയ ജഡരാഗ്നിയിലാണ്, ചെറുതൊന്നുമല്ല അല്ലെ? നജാതൻ നജാതം. അപ്പോ ആയിട്ടും ആവുന്നില്ല. ആ ഭഗവാന്റെ കാര്യത്തിൽ, അതാ സുബ്രഹ്മണ്യ സ്വാമിയുടെ കാര്യത്തില് എന്തൊരു കാര്യം ചെയ്തിട്ടും അത് ജനിച്ചിട്ടും പിന്നെ മരിക്കുവാന്നല്ലേ? അതന്നെ സന്താനനാശത്തിന്റെ ലക്ഷണല്ലേ കാണിച്ചത്. പരമ്പരക്ക് നാശം കൊടുക്കുന്നു. അത് നജാതം നിഹന്ദേവ. അപ്പോ ജനിച്ചിട്ടും മരിച്ചുകൂടും. ഒരു വംശനാശത്തിന്റെ കാരണം മുതലായിട്ട് ആര് കൊടുക്കുന്നത്? അത് ലഗ്നത്തിന്റെ 5ാം ഭാവമാണ് സാന്നിധ്യഭാവത്തിൽ